കോൺഗ്രസ്സുകാരനെ വെച്ചിട്ട് കമ്മ്യൂണിസ്റ്റുകാരെ വിലയിരുത്തരുത്. നിങ്ങൾ പറഞ്ഞല്ലോ, ഇതിനിടയ്ക്കൊരു വർത്താനം പറഞ്ഞു, കമ്മ്യൂണിസ്റ്റുകാരാണ് കുഴപ്പം. ഞങ്ങൾ കുഴപ്പമാണ്. ഞങ്ങൾ ഈ നാടിന്റെ ഐക്യവും അഖണ്ഡതയും സംരക്ഷിക്കാൻ അങ്ങേയറ്റം ആത്മാർത്ഥമായി ശ്രമിക്കും. ഈ രാജ്യത്തെ മതവിഭാഗത്തെ, മതന്യൂനപക്ഷത്തെ ആക്രമിക്കാൻ ശ്രമിച്ചാൽ അതിന് ഞങ്ങൾ ഒറ്റയാളെ ഉള്ളെങ്കിലും അവസാനത്തെ ആളിന്റെ അവസാന ശ്വാസം വരെ ഞങ്ങൾ പോരാടും. അതാണ് CPM. അതാണ് CPM. ആ CPM-ന്റെ വ്യക്താവാണ് സർ തോമസ് ഐസക്. ഇവിടെ ഇന്നലെ വന്ന് കയറി ഇന്നലത്തെ ഇവിടുത്തെ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞല്ലോ. അറിയത്തില്ല അദ്ദേഹത്തെ. ഞാൻ ചോദിക്കട്ടെ, വരട്ടാർ എന്ന് പറയുന്ന ഒരു നദിയുണ്ടല്ലോ, ആ വരട്ടാറിന്റെ പുനർജീവനത്തിന് വേണ്ടി 2019 ബഡ്ജറ്റിൽ പൈസ വെച്ചു എന്ന് മാത്രമല്ല, അതിനുവേണ്ടി പുഴ നടത്തി ആ വരട്ടാറിനെ പുനർജീവിപ്പിക്കാൻ ഉൾപ്പെടെയുള്ള പ്രവർത്തനം നടത്തി. അതേപോലെ നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 15 വർഷക്കാലം. വരട്ടാറിന്റെ അവസ്ഥ എന്താണെന്നൂടെ ഒന്ന് പറഞ്ഞു. വരട്ടാറിന്റെ അവസ്ഥ എന്താണ്? വരട്ടാറിന്റെ അവസ്ഥ അവിടെ കുറെ കോൺഗ്രസ്സുകാർ കുറെ മാലിന്യം വിട്ട് നശിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ആന്റോ ആന്റണി മണ്ഡലത്തിൽ ചെയ്തില്ല എന്നുള്ള ആരോപണം നിങ്ങൾക്കില്ല? ആന്റോ ആന്റണി എന്ത് കാര്യമാണ് ചെയ്തത്? ഇവിടെ ഞാൻ വിദ്യാലയം, പാസ്പോർട്ട്, റേഡിയോ, ബസ് സ്റ്റാൻഡുകൾ എന്ന് പറയട്ടെ അരുണേ, ഞാൻ ചോദിക്കട്ടെ, ആ തിരുവല്ല റെയിൽവേ സ്റ്റേഷന്റെ അവസ്ഥ കണ്ടോ നിങ്ങൾ? വേണ്ട വേണ്ട വേണ്ട, പാലപ്പണി ഇപ്പൊ തീരും. ഇതേ 2 വർഷത്തിനകം തീർത്തിരിക്കും. 2 വർഷം തീർക്കും. അബാൻ മേൽപ്പാലം അല്ല, കോട്ടയത്ത് മേൽപ്പാലം കിടപ്പുണ്ട്. തിരുവഞ്ചൂരിന്റെ മേൽപ്പാലം. ഇങ്ങോട്ട് വരണ്ട. സുരേഷ് കുമാർ പോവാൻ വേണ്ടിട്ടാണ് ചർച്ച നടത്തുന്നത്. പറഞ്ഞോ, അതൊരു ആവേശത്തിലുള്ളതാ. MLA ഉണ്ട്. MLA എല്ലാ ഇലക്ഷൻ ആകുമ്പോഴും പറയും മേൽപ്പാലം വരും, മാരാമൺ വരും, മറ്റേ ജനറൽ ആശുപത്രി വരും. നാണമില്ലയോ? അവരായിട്ട് വികസനം ചോദിക്കുന്നത്. 6 വർഷമായി മാരാമൺ പാലം 2 തൂണ നിൽക്കുക. ഇവിടെ ഒരു മേൽപ്പാലം 3 വർഷമായി. ഞാൻ മുനിസിപ്പൽ ചെയർമാൻ ആയിരുന്നു. ഇലക്ഷൻ അടുത്ത പരിപാടി സ്റ്റേഡിയം വരാൻ പോകുന്നു. കഴിഞ്ഞ ദിവസം ഇത്രയും നാൾ അനക്കമില്ലായിരുന്നു. മിനിഞ്ഞാന്ന് വന്ന് കല്ലിടാൻ വന്നിരിക്കുന്നു. നാണമില്ല ഇവർക്ക്. ആന്റോ ആന്റണി എന്ത് ചെയ്യുന്ന ഇവർ പറയുന്നത്? ആന്റോ ആന്റണിയെ മണ്ഡലത്തിൽ കാണാനില്ലായിരുന്നു, കല്യാണത്തിനും മരിപ്പിനും മാത്രം വരുന്ന MP ആണെന്നാണ് പറയുന്നത്. അവരുടെ കണ്ണിന് എന്തെങ്കിലും കുഴപ്പം കാണും. അതുകൊണ്ട് ആന്റോ ആന്റണി എന്തൊക്കെ ചെയ്യുന്നുള്ള ഇവരെ 2-3 ദിവസം കഴിയുമ്പോൾ അവരുടെ വീടുകളിൽ ഞങ്ങൾ സാധനം എത്തിക്കാം, ഒരു പുസ്തകം എത്തിക്കും. അത് വായിച്ചാൽ പഠിച്ചാൽ മതി. മനസ്സിലായോ? ഇവരോട് പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്. ആന്റോ ആന്റണി ചെയ്തില്ല. ആന്റോ ആന്റണി ചെയ്യാതെ പിന്നെ എങ്ങനെ ജയിക്കുന്നത്? എങ്ങനെ ഓരോ വർഷം ജയിക്കുന്നത്? എങ്ങനെ ആന്റോ ആന്റണി? നാളെ നിങ്ങൾ ചോദിക്കാൻ 3 തവണ ജയിച്ചു. മണ്ഡലത്തിൽ സജീവമായിരുന്നു, വളരെ സജീവമല്ല. ഒറ്റ ചോദ്യം നേരത്തെ നോബിൾ ചോദിച്ചല്ലോ, ആന്റോ ആന്റണി ജയിച്ചു വന്നാൽ നാളെ ഈ കേന്ദ്രമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തില്ലെന്ന് എന്താ ഉറപ്പ്? മോദിയുടെ കീഴിൽ രാഹുൽ ഗാന്ധിയുടെയോ കോൺഗ്രസിന്റെ പ്രധാനമന്ത്രിയുടെ കീഴിലോ സത്യപ്രതിജ്ഞ ചെയ്യും. അല്ല, അങ്ങനെ ആയിരിക്കും സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നത്. അല്ലാതെ മോഡിയുടെ കീഴിൽ ആന്റോ ആന്റണി സത്യപ്രതിജ്ഞ ചെയ്യാൻ ആവശ്യം NIA വിഷയമടക്കം ഇത്രയും രാജ്യമാകെ കാത്തിരിക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട കിരാത നിയമത്തിൽ വോട്ടിടാൻ പോലും ആന്റോ ആന്റണിക്ക് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അത് പ്രധാനപ്പെട്ട ഒരു വീഴ്ചയല്ലേ? അരുണേ, നിങ്ങൾ ഈ പറയുന്നത് വെറുതെ ആവശ്യമില്ലാത്ത ചോദ്യങ്ങളിലേക്ക് പോവാ. ആവശ്യമില്ലാത്ത ചോദ്യം. ലോകസഭയിൽ ഒരു വർഷം 2000 പേര് ലോകസഭയിൽ ഏറ്റവും കൂടുതൽ ചർച്ചകൾക്ക് നേതൃത്വം കൊടുക്കുകയും ചോദ്യം ചോദിക്കുകയും ചെയ്ത ആന്റോ ആന്റണിയാണ്. 1625 ചോദ്യങ്ങളാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. NIAക്ക് വേണ്ടിയിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ശബ്ദം ഉയർത്തിയിട്ടുണ്ട്. എന്തുകൊണ്ട് വോട്ടിട്ടില്ല? വോട്ട് ചെയ്തില്ലെന്നാ? ആന്റോ ആന്റണി ഉൾപ്പെടെയുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാക്കന്മാരെല്ലാം അതിനു വേണ്ടി നിന്നിട്ടുണ്ട്. വോട്ടിടാത്ത എന്തുകൊണ്ടാ? വോട്ട് ചെയ്തില്ലെന്ന് എനിക്കതിനെ കുറിച്ച് അറിയത്തില്ല. പക്ഷേ വോട്ട് ചെയ്തില്ലെന്ന് നിങ്ങൾ പറയുന്നു. പക്ഷേ വ്യക്തമായി കോൺഗ്രസ് ഭേദഗതിക്ക് പ്രസീതില്ല. കോൺഗ്രസിന് മാത്രമല്ല, അദ്ദേഹത്തിന് വേണ്ടി സംസാരിക്കാൻ വന്നിരിക്കുമ്പോ അത് അങ്ങ് അറിഞ്ഞിരിക്കണമല്ലോ. NIAയുടെ കാര്യത്തിൽ കോൺഗ്രസ് ആന്റോ ആന്റണി വോട്ട് ചെയ്തില്ല എന്നത് പകൽ പോലെ വ്യക്തമാണ്. അപ്പൊ നോക്കൂ, രാജ്യത്തെ ബാധിക്കുന്ന ഒരു കിരാത നിയമം ചർച്ച ചെയ്യുമ്പോൾ ഇവിടുത്തെ മുസ്ലിം യുവാക്കളെ അടക്കം ശബ്ദം ഉയർത്തിയാരാ? ആന്റോ ആന്റണിയാണ് ശബ്ദം ഉയർത്തിയത്. ഈ കഴിഞ്ഞ ദിവസം നടന്ന ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളെ സഹായിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ ആ കാഞ്ഞിരപ്പള്ളി ഉൾപ്പെടെയുള്ള 10,000 കണക്കിന് ആളുകളെ വെച്ച് മാർച്ച് നടത്തിയത് ശ്രീ ആന്റോ ആന്റണിയാണ്.
മനസ്സിലായില്ലയോ? സിഎക്ക് അതായത് ശബ്ദം ഉയർത്തിയത് NIA-യുടെ വിഷയം ആന്റോ വരുമ്പം ആന്റണിയാണ്. NIA-യുടെ വിഷയം വരുമ്പോൾ ആന്റോ ആന്റണി ഒന്ന് പതറുന്നുണ്ട്. ഒരു പത്രത്തിൽ ആന്റോ ആന്റണിക്കില്ല. എന്നാൽ ആന്റോ ആന്റണി പതറുന്ന എങ്ങനെയാ? വോട്ടിട്ടോ ആന്റോ ആന്റണി എല്ലാ കാലഘട്ടത്തിലും ഇല്ലയോ? ആന്റോ ആന്റണി എല്ലാ കാലഘട്ടത്തിലും ന്യൂനപക്ഷ വിഭാഗങ്ങളെ സഹായിക്കണം, മതേതരത്തെ എങ്കിൽ NIA-യുടെ കാര്യത്തിൽ തന്റെ ഇടത്തോടുകൂടി തല ഉയർത്തി നിന്ന് വോട്ട് ചെയ്യില്ലേ? കൂടി തന്നെയാണ് ആന്റണി. പക്ഷെ തല ഉയർത്തി നിന്ന് വോട്ട് ചെയ്തില്ലല്ലോ NIA-യുടെ കാര്യത്തിൽ. ഞാൻ പറഞ്ഞല്ലോ, സിഎ ഉൾപ്പെടെയുള്ള NIA-യുടെ കാര്യം പറയുമ്പോൾ CA-യുടെ കാര്യത്തിൽ പറയുന്നത് NIA പറയൂ. ശക്തമായ പോരാട്ടം നടത്തുവാൻ തയ്യാറായത് ആന്റോ ആന്റണി തന്നെയാണ്. അല്ല NIA മാത്രം ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ പോകുന്ന എന്തുകൊണ്ടാണ്? അത് വോട്ടിടാത്ത അതൊരു വലിയ ബുദ്ധിമുട്ടാ. അത് ബുദ്ധിമുട്ടാ. ഒരു ബുദ്ധിമുട്ടുമില്ല. ആന്റോ ആന്റണി പ്രഗത്ഭനായ ഒരു MP ആണ്. അദ്ദേഹമാണ് ഇന്ന് 20,000 രൂപ നഴ്സുമാർ ശമ്പളം മേടിക്കുന്നുണ്ടെങ്കിൽ അത് ആന്റോ ആന്റണി ലോകസഭയിലെ ചർച്ചയിൽ കൂടി മാത്രമാണെന്നൂടെ ഒന്ന് മനസ്സിലാക്കിയാൽ. NIA-യുടെ കാര്യത്തിൽ നിങ്ങൾക്ക് ആശങ്കയില്ല? ഞങ്ങൾക്ക് യാതൊരു ആശങ്കയുമില്ല. കോൺഗ്രസ് പ്രവർത്തകർക്ക് NIA-യുടെ കാര്യത്തിൽ ഒരു ആശങ്കയുമില്ല. സുരേഷ് കുമാർ, താങ്കൾക്ക് ആശങ്കയുണ്ടോ? പക്ഷേ ഈ കോൺഗ്രസ് പ്രവർത്തകർക്ക് അങ്ങനെയല്ല ഉദ്ദേശം പറഞ്ഞത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സിഎ ആണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് മാറിയിരിക്കുന്നത്. ആ സിഎയുടെ പ്രശ്നത്തിൽ ഞങ്ങൾ അതിശക്തമായി നിൽക്കുകയാണ്. ശക്തമായി മുൻപിലുണ്ട്. ആന്റോ മുമ്പിൽ തന്നെയുണ്ട്. കഴിഞ്ഞ ദിവസം നടന്ന പ്രകടനത്തിലെ പ്രതിഷേധ റബ്ബർ പോലെ വലിഞ്ഞു നിൽക്കുകയാണെന്നൊരു സംശയമുണ്ട്. അതൊക്കെ ആളുകള് നിങ്ങളെപ്പോലുള്ള മാധ്യമങ്ങൾ വെറുതെ പറഞ്ഞുണ്ടാക്കുന്ന കാര്യങ്ങളാ. ആന്റോ ആന്റണി എന്തിനാ അദ്ദേഹത്തിന് വലിഞ്ഞിരിക്കുന്ന കാര്യം NIA-യുടെ കാര്യത്തിലുള്ള സംശയം ഞങ്ങളുടെ പ്രഖ്യാപിത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രഖ്യാപിത നയം മതേതരത്വം കാത്തുസൂക്ഷിക്കുക, എല്ലാ മതവിഭാഗങ്ങളെ ഒന്നായി കാണുക, ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന് പ്രശ്നങ്ങൾ ഉണ്ടായാൽ അവരോടൊപ്പം ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. അതാണ് ആന്റോ ആന്റണി ചെയ്തുകൊണ്ടിരിക്കുന്നത്.